ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് ബ്രാഗ്സ് ഇക്വേഷൻ്റെ ഡെറിവേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചുമാണ്. ബ്രാഗ്സ് ഇക്വേഷൻ എക്സ്റേ ഡിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്റ്റലോഗ്രാഫി മെത്തേഡായിട്ട് നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് അല്ലെങ്കിൽ ക്രിസ്റ്റലോഗ്രാഫിക് മെത്തേഡാണ്. ബ്രാഗ്സ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത് ക്രിസ്റ്റലോഗ്രാഫിക് മെത്തേഡ്സിലാണ്. നമ്മളതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യം ബ്രാഗ്സ് ഇക്വേഷൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ലാംഡ ദറ്റ് ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. എൻ ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് ബ്രാഗ്സ് ഇക്വേഷൻ. നമ്മളിതിൻ്റെ ഡെറിവേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മളിതിൻ്റെ ഡെറിവേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ സ്ക്രീനിൽ വന്നിരിക്കുന്നത് നോക്കുക. നമ്മുടെ സ്ക്രീനിൽ വന്നിരിക്കുന്നത് 3 ഡിഫറെൻറ്റ് പ്ലെയിൻസും ആ പ്ലെയിനിലേക്ക് 2 വരകളും ഉണ്ട്. ഒന്നാമത്തെ പ്ലെയിൻ എ ഡാഷ് എന്ന് പറയുന്ന പ്ലെയിനും, രണ്ടാമത്തെ പ്ലെയിൻ ബി ഡാഷ് എന്ന് പറയുന്ന പ്ലെയിനും, മൂന്നാമത്തെ പ്ലെയിൻ സി ഡാഷ് എന്ന് പറയുന്ന പ്ലെയിനുമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് എ ഡാഷ് എന്ന് പറയുന്ന പ്ലെയിനിലേക്ക് ഇയിൽ നിന്നും ഒരു എക്സ്റേ സ്റ്റാർട്ട് ചെയ്ത് എ ഡാഷ് എന്ന് പറയുന്ന, അതായത് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റുകൾ ജസ്റ്റ് നോക്കുക. എ ഡാഷ് എന്ന് പറയുന്ന ഒന്നാമത്തെ പ്ലെയിനിലേക്ക് എന്താണ് സംഭവിക്കുക? ഇ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഒരു എക്സ്റേ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഒരു എക്സ്റേ സ്റ്റാർട്ട് ചെയ്ത് ജി എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അടുത്തത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അടുത്തത് ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു എക്സ്റേ സ്റ്റാർട്ട് ചെയ്യുന്നു, എഫ് എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. നമ്മൾ ഈ രണ്ട് എക്സ്റേസിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ ഇയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആ എക്സ്റേ, നമ്മൾ ഇയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്റേയെ നോക്കുവാണെങ്കിൽ, ഇയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്റേ എ ഡാഷ് എന്ന് പറയുന്ന പ്ലെയിനിലാണ് ടച്ച് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഡിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്റേ ബി ഡാഷ് എന്ന് പറയുന്ന പ്ലെയിനിലാണ് ടച്ച് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് എക്സ്റേസും എന്താണ്? ഈ രണ്ട് എക്സ്റേസിനെയും നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് എക്സ്റേസും ട്രാവൽ ചെയ്യുന്ന പാത്തിൽ ഡിഫറൻസ് ഉണ്ട്. ഈ പാത്തിലെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡി എഫ് എന്ന് പറയുന്ന അതിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ എങ്ങോട്ട് വരയ്ക്കും? ജിയിലേക്ക് വരയ്ക്കും. സിമിലർലി എഫ് ഐയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ കെയിലേക്ക് വരയ്ക്കും. ഇനി നമ്മൾ കെ ഐ, അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ എക്സ്റേയും രണ്ടാമത്തെ എക്സ്റേയും തമ്മിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് എന്താണ്? ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ എക്സ്റേസ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഒരു കേസിൽ നമുക്കറിയാം, നമുക്ക് ഈ എക്സസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ എക്സസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? ജെ എഫും പ്ലസ് എഫ് കെയും കൂടെ കൂട്ടുന്ന ആ ഒരു ഡിസ്റ്റൻസാണ് ഈ എക്സസ് ട്രാവൽ ചെയ്തത്. അത് നമുക്കറിയാം എന്താണ്? ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് എക്സ്റേ ആണ് എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ തീറ്റനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് അടുത്തത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മൾ 2 ട്രയാങ്കിൾസിനെ എടുക്കുകയാണ്. നമ്മൾ ആദ്യം എടുക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GFJ എന്ന് പറയുന്ന ട്രയാങ്കിളും രണ്ടാമത് GFK എന്ന് പറയുന്ന ട്രയാങ്കിളുമുണ്ട്. ഈ 2 ട്രയാങ്കിൾസിലും തീറ്റ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ, അതായത് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ, അതായത്
ജി ജെ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്നും നമുക്ക് ജെ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിനു മുമ്പ് വേറൊരു കാര്യം നമ്മൾ ഓർക്കണം. ഈ രണ്ട് പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സ്മോൾ ലെറ്റർ ഡി ആണ് ഉപയോഗിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആംഗിൾസ് കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യം നമുക്കറിയാം നമ്മൾ ജി എഫ് ബി എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ നമുക്കറിയാം. ജി എഫ് ബി എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ എത്രയായിരിക്കും? ആ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? നെക്സ്റ്റ് നോക്കുന്നത് ജെ എഫ് ബി നോക്കുക. അത് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഇനി അപ്പോൾ നമുക്ക് അറിയാം ഇത് രണ്ടും ഇതാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം അതിൻ്റെ ബാക്കിയുള്ളത് എന്തായിരിക്കും? ഈ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് ജി എഫ് ജെ എന്ന് പറയുന്ന ആംഗിളാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ജി എഫ് ബി എന്ന് പറയുന്ന ആംഗിൾ, ജി എഫ് ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ജെ എഫ് ബി എന്ന് പറയുന്ന ആംഗിൾ തീറ്റയാണ്. ഇതിനെ രണ്ടിനെയും വെച്ചിട്ട് നമ്മൾ ജി എഫ് ജെ എന്ന് പറയുന്ന ആംഗിളിനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് 90 മൈനസ് തീറ്റയാണ്. നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു എന്താണ് ആ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ആയി. അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. എന്താണ്? സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ എഫ് ഡിവൈഡഡ് ബൈ ജി എഫ്. നമുക്കറിയാം ജി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ജി എഫിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? ജി എഫിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ഡി ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഇക്വേഷനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ്? റീറൈറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്കറിയാം സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ജെ എഫ് ഡിവൈഡഡ് ബൈ ഡി. അപ്പുറത്തെ ട്രയാങ്കിളിനെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്? എഫ് കെ, അതായത് എഫ് കെയ്ക്കും ഈ സെയിം ഡെഫിനിഷൻ തന്നെ കൊടുക്കാൻ പറ്റും. അതായത് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് കെ ഡിവൈഡഡ് ബൈ ഡി ആണ്. നമുക്കറിയാം എൻ ലാംഡ എന്ന് പറയുന്ന സാധനം, അതായത് ഒന്നാമത്തെ വേവും രണ്ടാമത്തെ വേവും കൂടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ വേവ് എക്സസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? വേവ് ലെങ്ത് ഓഫ് ദ എക്സ്റേ. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് എഫ് കെ ആണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ജെ എഫ് എന്ന് പറയുന്നത് ഡി സൈൻ തീറ്റയാണ്, എഫ് കെ എന്ന് പറയുന്നതും ഡി സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും എൻ ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? 2d സൈൻ തീറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഒരു ബ്രാഗ്സ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ. ഇനി ബ്രാഗ്സ് ഇക്വേഷൻ നമുക്കറിയാം ഒരുപാട് ഉപയോഗങ്ങൾ ബ്രാഗ്സ് ഇക്വേഷനുണ്ട്. ഒന്ന്, നമുക്ക് കൃത്യമായി തീറ്റ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഇൻ്റർപ്ലാനർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അതായത് നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേവ് ലെങ്ത് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ഇക്വേഷൻ എൻ ലാംഡ ഈസ് ഈക്വൽ ടു
2D സൈൻ തീറ്റ എന്നതാണ്. ഇതിൻ്റെ അകത്ത് ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിനെ സൂചിപ്പിക്കുന്ന ഒരു ഹോൾ നമ്പറാണ്. അറ്റ് ദ സെയിം ടൈം ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ദ എക്സ്റേ ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഡി എന്ന് പറയുന്നത് ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് ആണ്. നമുക്കിപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും വേവ് ലെങ്തും അറിയാമെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഡിയും തീറ്റയും അറിയാമെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? വേവ് ലെങ്ത് ഓഫ് എക്സ്റേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പാറ്റേൺ ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ബ്രാഗ്സ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, താങ്ക് യു.